ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ തന്നെ കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. തയ്യാറായി ഞാനിതാ പോവാണ് കേട്ടോ. രാജേഷേട്ടനും ഞാനും കൂടിയാണ് പോണത് കേട്ടോ. അപ്പോൾ മോളെ കുഞ്ഞാറ്റേൻ്റെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് പോണത്. അപ്പോൾ അവൾ ഞങ്ങൾ പോകുമ്പോൾ ചെറുതായിട്ട് വാശി പിടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവളെ മാറ്റി നിർത്തിയിട്ട് കേട്ടോ ഞങ്ങൾ പോകുന്നത്, വേറെ ഒന്നല്ല. അപ്പോൾ പല്ല് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ ദിവസമായി, ഒരാഴ്ചത്തോളമായി കേട്ടോ പല്ല് വേദന എടുക്കാൻ തുടങ്ങിയിട്ട്. കുറേ സഹിച്ചു, ഇനി സഹിക്കുന്നതിലൊരു അതിരില്ലല്ലോ. അപ്പോൾ രാത്രിയാണ് കേട്ടോ കൂടുതലും വേദന. അപ്പോൾ ഞങ്ങളങ്ങനെ തച്ചമ്പാറയാണ് പോയത്, ഞാനും രാജേഷേട്ടനും കൂടി. അപ്പോൾ ഹോസ്പിറ്റലിലെത്തി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, 2 പേഷ്യൻ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ വിളിച്ചു. അപ്പോൾ എങ്ങനെ എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ നമ്മുടെ ഈ പല്ലിൻ്റെ അടിഭാഗത്ത് നല്ല ഏരിയ നല്ല പല്ല് വന്നിട്ട് സൈഡിൽ നിന്നാണ് പല്ല് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് നിന്ന് വന്നിട്ട് അടിഭാഗം അങ്ങനെ കരണ്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വേദന, മുരട്ടയിലെ പല്ലായതുകൊണ്ട് ഭയങ്കര വേദന പറഞ്ഞാൽ ഭയങ്കര വേദന. എക്സ്റേ എടുത്തപ്പോൾ പറ്റ പോയിരിക്കണു. അപ്പോൾ ഇനി അത് പറിച്ചിട്ടുണ്ടെങ്കിൽ ദശയൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ടൊക്കെ വേണം, ഇനി അത് മാറ്റിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം വേദനയ്ക്കും നീരിനും ഉള്ള മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേദനയുടെ ഗുളികയൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം തോന്നി. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ വീഡിയോ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ കുറച്ചൊരു ആശ്വാസം തോന്നിയിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ എനിക്ക് തീരെ വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെയൊന്നും ഞാൻ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. വേദന സഹിക്കാൻ വയ്യ. രാത്രി ആകുമ്പോൾ കുറച്ച് കൂടുതലാണ്, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതൊക്കെ ചവച്ചരച്ച് കഴിക്കാനോ ഇങ്ങനെ നമുക്ക് വാ തുറക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ട് സംസാരിച്ചു. ഞങ്ങൾ ഇനി ഒരാഴ്ചക്കുള്ള 5 ദിവസത്തിനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നീരും വേദനയൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇനി പല്ലെടുക്കാൻ പോകണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വരുമ്പോൾ കുറച്ച് കറി വെക്കാനുള്ളതൊക്കെ മേടിച്ചിട്ട് വന്ന് കറിയൊക്കെ വെക്കണം പറഞ്ഞിട്ട് വന്നു. അപ്പോൾ നല്ല വിശപ്പ് കിട്ടും. ഞാൻ രാവിലെ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും കഴിച്ചില്ല, നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോയി വന്നപ്പോഴത്തേന് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശപ്പ് കിട്ടും. ഞാൻ പിന്നെ വന്നപ്പോൾ തന്നെ അങ്ങനെ കട്ടിയുള്ള ആഹാരങ്ങളൊന്നും അധികം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ രാവിലത്തെ ദോശ ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് കഴിച്ചു കേട്ടോ. കുറച്ച് ചായയും കുടിച്ചു. അപ്പോഴത്തേന് മോളെ ഉറങ്ങിയിട്ട് അവളെ എടുത്തോട്ട് വരികയാണ് കേട്ടോ അമ്മ. അപ്പോൾ അങ്ങനെ മോളെ എടുത്ത് കൊണ്ടുവന്നിട്ട് അവൾക്ക് കുറച്ച് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അമ്മ അത് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും കറി വെക്കാൻ നോക്കട്ടെ. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് ചെറുചേമ്പല്ല എന്താ പറയുക, ചെറിയ ചേമ്പ് മേടിച്ചിട്ട് വന്നിട്ട് അപ്പോൾ അത് നുറുക്കിയിട്ട് തക്കാളിയൊക്കെ ഇട്ട് ശകലം ചെറിയ ചൊറിച്ചലൊക്കെ ഉണ്ടാക്കുന്നു കേട്ടോ നന്നാക്കി എടുത്തപ്പോഴേ. അപ്പോൾ അതിന് എന്തായാലും ശകലം പുളിയും ചെറിയൊരു തക്കാളിയൊക്കെ ഇട്ടിട്ട് വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. തേങ്ങ അരയ്ക്കുന്നൊന്നുമില്ല കേട്ടോ. രാവിലെ പോകുമ്പോൾ മുടിയൊന്നും എനിക്ക് കെട്ടാനേ വയ്യ കേട്ടോ. ഞാൻ വന്ന ഉടനെ ഞാൻ ഗുളിക കഴിക്കുകയും ചെയ്തു. പിന്നെ അപ്പോൾ നീരിനും വേദനയ്ക്കും പിന്നെ അതിൻ്റെ കൂടെ ഒരു ആൻറ്റിബയോട്ടിക്കിനും കൂടി ഉള്ള ഒരു ആൻറ്റിബയോട്ടിക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് വേദന പെട്ടെന്ന് നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കുടിച്ചപ്പോൾ തന്നെ ചെറിയൊരു ആശ്വാസം. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നും വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വേദന കമ്മിയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വോയിസ് ഓവർ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഞാൻ എന്തായാലും കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാർ വെച്ചതിൻ്റെ ശകലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിച്ചതിൻ്റെ ബാക്കിയില്ല. പിന്നെ എന്തായാലും ഇത് മേടിച്ചിട്ട് നമുക്ക് എന്തായാലും വൈകുന്നേരത്തേക്കൊക്കെ വേണമല്ലോ കറി എന്ന് വിചാരിച്ചിട്ട് അമ്മ തോട്ടിൽ പോയിട്ട് കുട്ടിയുടെ പഴയ തുണികളൊക്കെ ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ അവിടെ ചവിട്ടിയൊക്കെ ആയിട്ട് ഇടുന്ന തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴുകിയെടുക്കുമ്പോൾ കല്ലൊക്കെ പെറുക്കി കൂട്ടി വെക്കുകയാണ് തോട്ടിൽ കേട്ടോ. നമുക്ക് അവിടെ കുറച്ച് ചെളി ഉണ്ടായിരുന്നു നമ്മൾ അലക്കാൻ ഇറങ്ങണ ഭാഗത്ത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കുകയാണ് അമ്മ. ആ സമയം കൊണ്ടാണ് ഞാൻ കറി വയ്ക്കാനൊക്കെ റെഡിയാക്കുക. ഇനി പേര് വയ്ക്കാനൊക്കെ മേടിച്ചിട്ടുണ്ട്, കോവയ്ക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്നും വെച്ചിട്ട് കഴിക്കാൻ സമയമില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും 2 കോഴിമുട്ട പൊരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കറിയൊക്കെ ആയി. ഇനി കടുക് തൂമിച്ച് ഇട്ടിട്ട് കടുക് തളിക്കലും കൂടി കഴിഞ്ഞിട്ട് മുട്ട പൊരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. മോളവിടെ ഇത് കാണുന്നുണ്ട്, കാർട്ടൂൺ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് പിന്നെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കാനും പിന്നെ ഇടയ്ക്ക് ഒന്ന് ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് അവളത് കണ്ടോളൂ. ഇപ്പോൾ അങ്ങനെ കൂടെ വന്ന് അങ്ങനെ വാശി പിടിക്കണ ഇതൊന്നും ഇല്ല ഇപ്പോൾ കേട്ടോ. കാരണം ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവളവിടെ വീട്ടിൽ നിർത്തിയിട്ട് തന്നെ പോകാറൊന്നും വാശി പിടിക്കാറൊന്നുമില്ല കേട്ടോ. നമ്മളൊരു സമാധാനം. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ആയി. പിന്നെ അമ്മ കുറച്ച് ഫ്രണ്ടിൽ ഭാഗത്ത് ഇങ്ങനെ കാട് വെട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാട് പുല്ലൊക്കെ ഈ മഴ കാരനൊക്കെ പുല്ലൊക്കെ വളർന്നിട്ട് അപ്പോൾ അമ്മ അത് വെട്ടിയും കൊണ്ട്
ഇരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മേനെ ഞാൻ പറഞ്ഞു എന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇനി പോവാന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ അമ്മയും വന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ട് കുഞ്ഞാവ വന്നിട്ട് പോയി. കുഞ്ഞാവയുടെ ഓർമ്മയുണ്ട് കേട്ടോ. അതെനിക്ക് കുഞ്ഞാവ കുറച്ച് മുന്നേ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുഞ്ഞാവനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അനിയത്തിനെ. അപ്പോൾ കുഞ്ഞാവ പറഞ്ഞിട്ട് കുഞ്ഞാവയായി പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കൂട്ടത്തിൽ ഞാൻ എന്തായാലും അവൾക്കും കുറച്ച് ചോറൊക്കെ വാരി കൊടുത്തു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ അവൾക്ക് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ സ്പെഷ്യൽ അങ്ങനെയൊന്നും കൊടുക്കാറില്ല കേട്ടോ. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതൊക്കെ അവൾക്ക് കൊടുത്തു. ഇപ്പോൾ എല്ലാം കൊടുത്ത് ശീലിപ്പിക്കുക. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൾ എന്തെങ്കിലും സ്ഥിരമായിട്ട് ആദ്യം കുട്ടി 1.5 വയസ്സ് വരെ കോറ മാത്രമേ കഴിക്കേണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ കുട്ടിക്ക് ഈ സമയത്ത് ഇത് നമ്മൾ അരച്ച് കൊടുക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ വേണം. നമുക്ക് പുറത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകാനൊന്നും പറ്റില്ല. മോളെയും കൊണ്ട് പോവുകയാണെങ്കിലും കുട്ടിക്ക് കഴിക്കാനൊക്കെ കൊടുക്കാനൊക്കെ സമയമായ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാം കൊടുത്ത് ചോറൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായാലും ഇപ്പോൾ അവൾക്ക് എല്ലാം കൊടുത്ത് ശീലിപ്പിക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചില സമയത്തായിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ ഒന്നും കഴിക്കൂല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളുടെ താളത്തിനൊക്കെ ഇങ്ങനെ നിന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ വയറ്റിലങ്ങനെ ആക്കാൻ. ചിലപ്പോൾ ഇങ്ങനെ കിടന്നിട്ടൊക്കെ കട്ടുമ്പോൾ പോയി കിടന്ന് ഇങ്ങനെ ചാരിയൊക്കെ ഇരുന്നിട്ടൊക്കെ ആയിട്ട് കഴിക്കുക. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വിധത്തിൽ ഞാൻ അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാനും കഴിച്ചു. ഭക്ഷണമൊക്കെ അവൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തതിന് ശേഷമായിട്ട് ഞാൻ കഴിച്ചു. അങ്ങനെ എൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എല്ലാം വീതിനെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ കുറച്ച് പോയിട്ട് റെസ്റ്റ് എടുത്തു കേട്ടോ. റെസ്റ്റൊക്കെ എടുത്ത് വന്ന് ഒരു 4-4:30 മണിയൊക്കെ ആയപ്പോൾ അമ്മ അതാ അവിടെ അടക്ക കുത്തുകയാണ് കേട്ടോ. കുറച്ച് കൊട്ടയടക്ക ഉണ്ടായിരുന്നു, നമ്മുടെ 2 ഉണ്ടായതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുത്തി ഇങ്ങനെ റെഡിയാക്കുകയായിരുന്നു അമ്മ. അപ്പോൾ അത് കുത്തി റെഡിയാക്കണതിൻ്റെ ഇടയിൽ ഞാൻ എന്തായാലും എണീറ്റ് വന്ന് ചായയൊക്കെ വെക്കുകയാണ് കേട്ടോ. ചായ പിന്നെ നമ്മുടെ ഒരു ലഹരിയാണല്ലോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കണ ആ സമയമായിട്ടുണ്ടെങ്കിൽ ചായ കിട്ടിയിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു വിമ്മിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പല്ലൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് നല്ല നീരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ നമ്മുടെ താഴത്തെ ഏരിയ നല്ല പല്ല് പൊന്തി വന്നിരിക്കുന്നത് സൈഡിൽ നിന്നായതുകൊണ്ട്, നമ്മുടെ ഈ ചെവിയുടെയൊക്കെ ആ ഭാഗത്തു നിന്നായതുകൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വന്നതുകൊണ്ട് ചിലപ്പോൾ ദശയൊക്കെ കട്ട് ചെയ്തിട്ട് വേണ്ടി വരും അതെടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 2-3-4 ദിവസം എന്തായാലും നല്ല ശ്രദ്ധിക്കാനൊക്കെ പറയണം. നീരും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതിന് മുന്നേ കുറച്ചൊക്കെ ഭക്ഷണമൊക്കെ കൂടുതൽ കഴിക്കുക. നമുക്ക് ചവച്ചരയ്ക്കും ഇപ്പം തന്നെ ചവച്ചരയ്ക്കാനൊക്കെ ഭയങ്കര വായ തുറന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചിട്ടാണ് പിന്നെ ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ച് കഴിക്കാൻ കൂടുതലൊന്നും ചവയ്ക്കാനൊന്നിനും വയ്യ കേട്ടോ. ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് വേദനയ്ക്കുള്ള മരുന്ന് തന്നിട്ടാണ് ഞാൻ പിന്നെ കുറച്ചെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ ഇത് കേട്ടോ. 4-5 ദിവസമായിട്ട് ഞാനിത് സഹിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇത് സഹിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. അപ്പോൾ എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് എന്ത് വന്നാലും വേണ്ടില്ല, വേദന സഹിച്ചാലും വേണ്ടില്ല, പല്ലെടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയതാട്ടോ. ഞങ്ങൾ 2 ആളും കൂടി പോയിന്ന്. അങ്ങനെ കുറേ ദിവസമായി വേദന നിൽക്കുകയെന്നുണ്ടെങ്കിൽ പല്ല് പറിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. നോക്കുമ്പോൾ അത് പറിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള പല്ലിലേക്കും കൂടി അതിൻ്റെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ. എക്സ്റേ എടുത്തു പിന്നെ ഡോക്ടർ. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള പല്ലിനും കൂടി ചെറിയൊരു ഡാമേജ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കളയുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ അത് തൊട്ടടുത്തുള്ളതെല്ലാം കേട് വന്ന് പോകുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തീരുമാനമാക്കി എന്തായാലും ഇനി അതെടുക്കാൻ. അപ്പോൾ അങ്ങനെ ഇതാ ചായയൊക്കെ റെഡിയായി ഞാനും അമ്മയും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 മണിയുടെ ചായക്കടി ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ധോനി ബേബി വീണ്ടും ഉറങ്ങിയിട്ടോ അവൾ. അപ്പോൾ അവൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് ഫീഡ് ചെയ്ത് അങ്ങനെ അവൾ ഉറങ്ങി. അപ്പോൾ അവളെ ഉറങ്ങിന സമയത്താണ് ആ സമയത്ത് മഴയും പെയ്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനി വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ 4 മണിയൊക്കെ കഴിഞ്ഞ സമയം. അപ്പോൾ എന്തായാലും ചായയൊക്കെ വെച്ച് കുടിക്കാമല്ലോ അവളെ. ഏതായാലും എണീക്കട്ടെ. ഇനി എണീച്ചതിന് ശേഷമുള്ളൂ ഇനി അവൾക്ക് കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങനെ ചായയൊക്കെ കൂടി കഴിഞ്ഞ് ഞാനും അമ്മയും ചായയൊക്കെ കുടിച്ച് നമ്മുടെ കാടുവെട്ടലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്ന് ഓരോ നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് അതൊക്കെ നമ്മുടെ ഹോബിയാണല്ലോ. എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മഴയുടെയും അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.